ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഷീ മാഗസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുകയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞ് നൈറ്റ് റുട്ടീനാണ് കേട്ടോ. അപ്പോൾ അതാ ഞാൻ അടുക്കളയിലേക്ക് വന്നപ്പോഴുള്ള അവസ്ഥയാണ് ഇത്. ഇപ്പോൾ ഫസ്റ്റിൽ തന്നെ ഡോറൊക്കെ തുറന്നപ്പം ഒരു കുഞ്ഞ് ആൾ വന്നതിനോട് കഥ പറയുകയാണേ. എന്താണെന്നറിയില്ല, ഡോറ് തുറന്നപ്പോൾ തന്നെ ഓടി വന്ന് ഇങ്ങനെ ഡോറിൻ്റെ അടുത്ത് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ. എന്തോ അറിയില്ല. ഞാൻ വൈകുന്നേരത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു, കുട്ടികളുടെ പഠിപ്പിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഞാൻ അടുക്കളയിലേക്ക് വരാറുള്ളത്. വൈകുന്നേരത്തെ ചായ കുടി കഴിഞ്ഞാൽ പിന്നെ അടുക്കളയിലേക്ക് അങ്ങനെ വന്ന് നോക്കാറില്ല. പിന്നെ ഒരു 8 മണി 8:30 ആ ഒരു സമയത്ത് കുട്ടികളുടെ പഠിപ്പൊക്കെ കഴിഞ്ഞൊന്ന് ഫ്രീ ആയതിന് ശേഷം കേട്ടോ ഞാൻ കിച്ചണിലേക്ക് വരാറുള്ളത്. ഇന്ന് അത്ര വലിയ ഒരുപാട് പണികളൊന്നും ഇല്ലാത്തതുകൊണ്ട് ആണ് ഞാൻ ലേറ്റായി വന്നത്. എന്തെങ്കിലും കറി വെക്കാനൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി നേരത്തെ വരും കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ കൗണ്ടർ ടോപ്പിൽ വന്ന് ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്തു വിട്ടു കേട്ടോ. അതിന് ശേഷമുള്ള പണി എന്താ വെച്ചാൽ കറികളൊക്കെ ചൂടാക്കുക, ചോറൊക്കെ മാറ്റുക, എന്നിട്ട് വലിയ വലിയ പാത്രത്തിലൊക്കെ വിളമ്പാനുള്ള പാത്രത്തിലേക്ക് ആക്കി വെക്കുക. അതിന് ബാക്കിയുള്ള പാത്രങ്ങളൊക്കെ കഴുകാൻ വേണ്ടി സിങ്കിൽ കൊണ്ടിടാണ് കേട്ടോ. അപ്പോൾ തന്നെ കിച്ചണിൻ്റെ ആ ഭാഗങ്ങളൊക്കെ ഒരുവിധം വൃത്തിയായിട്ട് കിടക്കുകയും ചെയ്യും. അപ്പോൾ അതിന് ശേഷം ഞാൻ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ ഞാൻ ടിഫിൻ ബോക്സുകളും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ക്ലീൻ ആക്കിയിട്ടില്ല. വന്ന പാടെ തന്നെ എന്തായാലും കുറച്ച് പണികളൊക്കെ ഉണ്ടാവും. തിരുമ്പാനുണ്ടാവും, മടക്കി വെക്കാനുണ്ടാവും, പിന്നെ ഇവരുടെ പിന്നാലെ ഓടാനുണ്ടാവും. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുമ്പോൾ എല്ലാം കൂടി ചെയ്യുന്ന സമയത്ത് ആകെ ഒരു വട്ടായി പോകും. വൈകുന്നേരം വന്നെങ്കിൽ നമുക്ക് കുറച്ച് നേരം റെസ്റ്റ് ടൈമൊക്കെ വേണമല്ലോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം കേട്ടോ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു. നമ്മൾ ടിഫിനും എല്ലാം ഞങ്ങളുടെ 3 ആളുടെ ടിഫിനൊക്കെ കഴുകാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴുകി വെക്കണം. അപ്പോൾ ഈ പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി ഇടുമ്പോൾ തന്നെ മുക്കാൽ ഭാഗം നമ്മളെ കിച്ചൺ ക്ലീനായി കഴിഞ്ഞു. പിന്നെ ബാക്കിയുള്ള അല്ലറ ചില്ലറ പണികൾ മാത്രം കേട്ടോ ഉണ്ടാവുക. ഇങ്ങനെ വൈകുന്നേരം വന്നാലൊരു തവണ പാത്രം കഴുകുക, പിന്നെ കിടക്കാൻ നേരത്ത് പിന്നെ പാത്രം കഴുകുക, അത് ആക്ച്വലി നല്ലതാണ്. പക്ഷേ എപ്പോഴും ഇങ്ങനെ പണിയെടുക്കണ മാതിരി തോന്നുമ്പോൾ ചില സമയത്ത് ഞാനത് ഒഴിവാക്കി ഒറ്റ തവണ കഴുകാനുള്ളതാക്കും കേട്ടോ. അപ്പോൾ ഇന്ന് അങ്ങനത്തെ ഒരു ദിവസമായിരുന്നു. അപ്പം എല്ലാം കൂടി ഒരു സമയം കഴുകാമെന്നുള്ള ആ ഒരു പ്ലാനിങ്ങിലായിരുന്നു ഇന്നത്തെ ദിവസം. അപ്പോൾ പാത്രമൊക്കെ കഴുകി മാറ്റി വെച്ചു. എന്നിട്ട് എന്താ കൗണ്ടർ ടോപ്പൊക്കെ നന്നായിട്ട് തുടച്ചു. ആ തുടച്ച തുണി അപ്പം തന്നെ ഒന്ന് കഴുകി വിരിച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ അതും അവിടെ ക്ലീനായി കിടന്നോളും. പിന്നെ ഞാൻ നാളേക്കുള്ള ദോശ അരയ്ക്കാനുള്ള പച്ചരിയൊക്കെ രാവിലെ തന്നെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതൊന്ന് അരച്ച് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതാ ഞാൻ എല്ലാം നന്നായിട്ടൊന്ന് കഴുകി വൈകുന്നേരം അരയ്ക്കണം എന്നായിരുന്നു പ്ലാനിങ്. പക്ഷേ എന്ത് ചെയ്യാനാ, മറന്നുപോയി. അതുകൊണ്ട് പിന്നെ ഓർമ്മ വന്നപ്പോൾ ഞാൻ പിന്നെ പെട്ടെന്ന് തന്നെ അരച്ചേക്കാച്ചു. ഇനി ലേറ്റായി കഴിഞ്ഞാൽ പിന്നെ രാവിലെ ചിലപ്പോൾ അഥവാ പൊങ്ങി വന്നില്ലെങ്കിലോ എന്ന് വിചാരിച്ച് ഞാൻ പെട്ടെന്ന് തന്നെ കൂടെ അരയ്ക്കാൻ കേട്ടോ. അപ്പം ഈ സമയത്ത് അരയ്ക്കുന്നത് അത്ര നല്ലതല്ല. കാരണം വോൾട്ടേജൊക്കെ കുറഞ്ഞ് നിൽക്കുന്ന സമയത്ത് നല്ല പവറുള്ള മിക്സി പോലുള്ള സാധനങ്ങളൊക്കെ വർക്ക് ചെയ്യിപ്പിക്കുന്നത് അത്ര ബുദ്ധിയല്ല. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നമുക്കൊരു എക്സ്ക്യൂസ് കൊടുക്കാം അല്ലേ. അപ്പോൾ അരച്ച് കഴിഞ്ഞു. അപ്പോൾ തന്നെ ഞാൻ മിക്സിൻ്റെ മുകളിൽ എന്താണെങ്കിലും മിക്സിൻ്റെ മുകളിൽ എന്തായാലും അവിടെ ഇവിടെ കുറച്ച് പോട്ടോ തെറിച്ച് വീഴുന്ന സാധനങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അതൊക്കെ അപ്പം തന്നെ ഒരു നനഞ്ഞ തുണി വെച്ചിട്ട് നന്നായിട്ട് തുടയ്ക്കുകയാണ് ചെയ്യുന്നത്. തുടയ്ക്കുന്ന സമയത്ത് ഒരിക്കലും മറക്കല്ലേ സ്വിച്ച് ഓഫ് ചെയ്യാനും. അല്ലാന്ന് വെച്ചാൽ ചിലപ്പോൾ ഷോക്ക് അടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതാ തുടച്ച് കഴിഞ്ഞു, മിക്സീൻ്റെ യൂസ് കഴിഞ്ഞു. ഞാൻ അപ്പം തന്നെ മിക്സി എടുത്തിട്ട് കബോർഡിൽ വെക്കുക കേട്ടോ ചെയ്തത്. ഞാനിപ്പോൾ കബോർഡിലാണ് വെക്കുന്നത്, കാരണം എനിക്ക് കൗണ്ടർ ടോപ്പ് കുറച്ചുകൂടി ഒന്ന് വൃത്തിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് കഴിഞ്ഞു. അവിടുത്തെ പണികളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ കുട്ടികൾക്ക് ചോറ് കൊടുക്കുകയാണ്. അപ്പോൾ ഇവർ രണ്ടാളും രാത്രി കഴിഞ്ഞാൽ ഭയങ്കര മടി അവർക്ക് ചോറ് തിന്നാനായിട്ട്. വൈകുന്നേരം ഉച്ചക്കൊക്കെ ആണെങ്കിൽ ഒറ്റയ്ക്ക് തന്നെ കഴിച്ചോളും. രാത്രി എന്താണെന്നറിയില്ല, എന്നെ കണ്ടിട്ടായിരിക്കാം ഒരു പക്ഷേ ഞാൻ വാരി കൊടുക്കണം എന്നുള്ളതാണ്. അപ്പോൾ എനിക്കത് സുഖമാണ്, കാരണം നല്ലോണം വയറ് നിറച്ച് കഴിക്കുകയും ചെയ്യും. ഒറ്റ ഇരിപ്പിന് പണിയും തീരുമല്ലോ. ഇവരാകുമ്പോൾ ഇങ്ങനെ നുള്ളിപ്പെറുക്കി നിൽക്കുകയാണ് ചെയ്യുക. അവരെ ചോറ് കഴിപ്പൊക്കെ കഴിഞ്ഞ് അവരെ സൈഡാക്കി. ഇപ്പോൾ കുറച്ച് സമയം അവർക്ക് റെസ്റ്റിംഗ് ടൈം ആട്ടോ. അപ്പോൾ ആ സമയത്ത് എനിക്ക് കുറച്ച് പണികൾ കൂടി ഉണ്ടായിരുന്നു. കുറച്ച് തുണി മടക്കി വെക്കാനും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി അങ്ങോട്ട് ചെയ്ത് തീർത്തേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ എന്തായി നോക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ ടി വിൻ്റെ അകത്ത് ലിയോ സിനിമ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കണ്ടുകൊണ്ടാണ് ഞാൻ ഈ പണിയൊക്കെ എടുക്കുന്നത്. ഞാനിങ്ങനെ കുറേ ടൈം എടുക്കണ എന്തെങ്കിലും ചൊറിഞ്ഞ പണികളൊക്കെ ആണെങ്കിൽ അതേപോലെ എന്തെങ്കിലും ടി വിയിലിടും, അല്ലെങ്കിൽ ഞാൻ ഫോണിൽ എന്തെങ്കിലും വീഡിയോ കണ്ടുകൊണ്ട് അല്ലെങ്കിൽ പോഡ്കാസ്റ്റ് കേട്ടുകൊണ്ട് അങ്ങനെ കേട്ടോ ഞാൻ ഓരോന്ന് ചെയ്യുന്നത്. അപ്പോൾ അത് ആ സമയം കൊണ്ട് മക്കൾ രണ്ടാളും ഉറങ്ങിയിരുന്നു. അപ്പം അവരെ ഉറക്കി
അവരങ്ങ് സെറ്റാക്കിയതിന് ശേഷം ഇതാ ഞാൻ വീണ്ടും അടുക്കളയിലേക്ക് കയറിയിരിക്കുകയാണ്. ഇക്കാക്ക് ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇക്കാക്ക് നൈറ്റിൽ ചപ്പാത്തി മാത്രമേ കഴിക്കുള്ളൂ. അസുഖങ്ങളൊന്നുമില്ല, പക്ഷേ എന്നാലും കുറച്ച് കാലമായിട്ടുള്ള ശീലമായതുകൊണ്ട് അതങ്ങനെ ഫോളോ ചെയ്യുന്നു മാത്രം. ഒരു 3-4 ഒക്കെ മതി. അപ്പോൾ അത് ഞാൻ കുറച്ച് ഇവരൊക്കെ ഉറങ്ങിയതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കാറുള്ളൂ. കാരണം നേരത്തെ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും തണുത്തൊട്ടിപ്പോയി. ഇക്കാക്ക് എന്തായാലും 10:30-11 മണിയാവും എത്താനായിട്ട്. അപ്പോൾ ആ ഒരു ടൈം ഏകദേശം ഞാൻ ചൂടോടെ കൊടുക്കാൻ വേണ്ടി ഏകദേശം ആ ഒരു ടൈം അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ചപ്പാത്തി ഉണ്ടാക്കാറുള്ളത്. ഞാനും മിക്കവാറും ദിവസങ്ങളിൽ ഇക്കാക്ക് വന്നിട്ട് ഞങ്ങൾ ഒരുമിച്ചാട്ടോ ഫുഡ് കഴിക്കാറുള്ളത്. ചില ദിവസങ്ങളിൽ ഞാൻ നേരത്തെ കഴിക്കും, കുട്ടികളെ കൂടെ തന്നെ കഴിക്കും കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ രാത്രിക്കത്തെ വിശേഷങ്ങൾ. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ വീഡിയോയിൽ കാണുന്നവരാരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല എന്നാണ് യൂട്യൂബ് മാമും പറയുന്നത്. അപ്പം കാണുന്ന എല്ലാവരും ഒന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കാം കേട്ടോ. അപ്പം നമുക്ക് കൂടുതൽ വീഡിയോസൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടൊരു പ്രചോദനമായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.